നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭരണം ലഭിച്ചാൽ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഗുരുവായൂർ നഗരസഭാ തല വികസന രേഖ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ മാങ്കൂട്ടൽ കേസിൽ സർക്കാരിനെ വിമർശിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ്. ഗുരുവായൂരിന്റെ 15 രാപ്പകലുകളെ സംഗീത ലഹരിയിൽ ആറാടിച്ച ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശ്ശീല വീണു. വിശ്വപ്രസിദ്ധമായ ചെമ്പൈ സംഗീതോത്സവം കഴിഞ്ഞ 15 ദിവസമായി തത്സമയ സംപ്രേഷണം ചെയ്ത CCTVക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആദരം. തുടരും വളരും ഇരുമപ്പെട്ടി എന്ന ശീർഷകത്തിൽ ഇരുമപ്പെട്ടി പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. മങ്ങാട് സെന്ററിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA പ്രകാശനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഗുരുവായൂരിന്റെ 15 രാപ്പകലുകളെ സംഗീത ലഹരിയിൽ ആറാടിച്ച ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശ്ശീല വീണു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് പ്രിയപ്പെട്ട 5 കീർത്തനങ്ങൾ പ്രഗത്ഭ സംഗീതജ്ഞർ ചേർന്ന് ആലപിച്ചായിരുന്നു സംഗീതോത്സവത്തിന്റെ സമാപനം. ചെമ്പൈയുടെ ശിഷ്യൻ സംഗീത കലാനിധി പത്മഭൂഷൺ ഡോക്ടർ TV ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ആദ്യം ഹംസധ്വനി രാഗത്തിൽ വാതാഭീം ഗണപതി ആലപിച്ചു. ഹംസ നന്ദിയിൽ പാവനഗുരുവും പന്തുവരാളിയിൽ സാരസാക്ഷ എന്നീ കീർത്തനങ്ങളും ആലപിച്ച ശേഷം കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ എന്ന കീർത്തനത്തോടെ സംഗീതോത്സവത്തിന് സമാപനമായി. തുടക്കക്കാരും പ്രഗത്ഭരുമടക്കം 2535 പേരാണ് ഇത്തവണ സംഗീതാർച്ചന നടത്തിയത്. വിശ്വപ്രസിദ്ധമായ ചെമ്പൈ സംഗീതോത്സവം കഴിഞ്ഞ 15 ദിവസമായി തത്സമയം സംപ്രേഷണം ചെയ്ത CCTVക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആദരം. ലൈവ് ടെലികാസ്റ്റിംഗ് ഡയറക്ടർ VK പ്രമോദ് കുമാർ CCTVക്ക് വേണ്ടി ആദരം ഏറ്റുവാങ്ങി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പൊന്നാട ചാർത്തി ഉപഹാരം സമ്മാനിച്ചു. കഴിഞ്ഞ 15 ദിവസം സമഗ്ര സംപ്രേഷണത്തിലൂടെ സംഗീതോത്സവത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് CCTV ചെമ്പൈ സംഗീതോത്സവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സംഗീതോത്സവവുമായി സഹകരിച്ച് പ്രവർത്തിച്ച സംഗീതജ്ഞർക്കും പക്കമേളക്കാർക്കും സാങ്കേതിക വിദഗ്ധർക്കും വിവിധ മേഖലയിൽ സഹകരിച്ചവർക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, പബ്ലിക്കേഷൻ മാനേജർ KG സുരേഷ്, PRO G വിമൽനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഏകാദശിയുടെ ഭാഗമായി പൈതൃകം ഗുരുവായൂർ ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരം കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു S നായർക്ക് സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും പൊന്നാടയും അടങ്ങുന്ന പുരസ്കാരം സ്വാമി ചിദാനന്ദപുരി സമർപ്പിച്ചു. ഏകാദശി സാംസ്കാരിക സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B ആനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ DM വാസുദേവൻ, PS പ്രേമാനന്ദൻ, കോഴിക്കോട് ഗംഗാധരൻ നായർ എന്നിവർ മുഖ്യാതിഥികളായി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജഗോപാൽ, വർക്കിംഗ് കൺവീനർ ഡോക്ടർ KB പ്രഭാകരൻ, ശ്രീകുമാർ P നായർ, മധു K നായർ, KK വേലായുധൻ, മണലൂർ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ദീപ കാഴ്ച ഒരുക്കി. ഗുരുവായൂർ ദേവസ്വത്തിന്റെയും കൊല്ലം ചവറ മഹാലക്ഷ്മി വിളക്ക് സമിതിയുടെയും സഹകരണത്തോടെ വടക്കേനടയിൽ ക്ഷേത്രക്കുളത്തിന് പരിസരത്താണ് പ്രത്യേക ദീപ കാഴ്ച ഒരുക്കിയത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ് എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് C രാജഗോപാൽ, വർക്കിംഗ് കൺവീനർ ഡോക്ടർ KB പ്രഭാകരൻ, ശ്രീകുമാർ P നായർ, മധു K നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം.
ഭരണം ലഭിച്ചാൽ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭാതല വികസന രേഖ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂരിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളിൽ 95% മോദി സർക്കാരിന്റേതാണ്. ക്ഷേത്രനഗരി മലിനപ്പെട്ട് കിടക്കുകയാണ്. ശുദ്ധജലം കിട്ടാനില്ല. ഇടതുപക്ഷ സർക്കാർ ഭരണം കേരളത്തെ 35 വർഷം പുറകോട്ട് എത്തിച്ചിരിക്കുകയാണ്. അഴിമതിയും വർഗീയതയും ഇല്ലാതാക്കാൻ BJP അധികാരത്തിൽ വരണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ മതവും എല്ലാ വിശ്വാസവും ബഹുമാനിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ SDPI, ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഒപ്പം ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ ഞങ്ങൾ എതിർക്കും, അവരെ ഒപ്പോസ് ചെയ്യും. ഇതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. അഴിമതി ചെയ്യുന്നവരെ ഞങ്ങൾ എതിർക്കും, അവരെ ഒപ്പോസ് ചെയ്യും. അതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ വരുന്ന ഇലക്ഷൻ നമ്മൾ തീരുമാനിക്കേണ്ടത് ഇതാണ്. സ്വർണ്ണക്കൊള്ള ചെയ്യുന്നവരാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? ഗുരുവായൂർ ദേവസ്വം 25 കോടി തട്ടിക്കൊണ്ടവർക്കാണ് വോട്ട് കൊടുക്കേണ്ടത്? ദേവസ്വം ബോർഡിന് ദല്ലാൽമാരെ സ്ഥാപനമാക്കി മാറ്റുന്നവർക്കാണ് വോട്ട് കൊടുക്കേണ്ടത്? ജമാഅത്തെ ഇസ്ലാമി SDPIന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നവരാണോ വോട്ട് കൊടുക്കേണ്ടത്? ഇതാണ് ഓപ്ഷൻ. എവിടെ നോക്കിയാലും അഴിമതി. ഓരോരോ കോർപ്പറേഷന്റെ ബഡ്ജറ്റ് ഒന്ന് പഠിച്ചാൽ, ഞാൻ തിരുവനന്തപുരം ലോക്സഭയിൽ മത്സരിച്ച ആളാണ്. വികസനരേഖ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV മുഹമ്മദ് യാസീന് നൽകി പ്രകാശനം നിർവഹിച്ചു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ, കർഷക മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, BJP സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, KR അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സർക്കാരിനെ വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJP കുന്നംകുളം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും വികസനരേഖ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കാൻ വേണ്ടിയെത്തിയ കുന്നംകുളത്തെത്തിയ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് സ്വമേധയാ എടുത്ത കേസിൽ രാഹുലിനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അത് ചെയ്യാതെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടത്തുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമുള്ള കാര്യങ്ങളാണ്. മുഖ്യമന്ത്രിക്കെതിരെ ED നോട്ടീസ് സാധാരണ നടപടിക്രമമാണ്. മറുപടി തരികയാണ് സർക്കാർ ചെയ്യേണ്ടത്. ലണ്ടനിൽ നിന്ന് എന്തിന് പണം ശേഖരിച്ചു? ഇന്ത്യൻ ബാങ്കുകൾ വഴി എന്തുകൊണ്ട് പണം ശേഖരിച്ചില്ല? ഇതെല്ലാം ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന കാര്യമല്ലേ? കമ്മീഷൻ നൽകിയതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നും രാജീവ് ചന്ദ്രശേഖർ കുന്നംകുളത്ത് പറഞ്ഞു. ഇത് എന്തുകൊണ്ട്, എന്താണ് ഇതിൻ്റെ താല്പര്യം, ഇതിൻ്റെ പിന്നിൽ എന്തായിരുന്നു ഒരു ആലോചന, എന്തായിരുന്നു ചിന്ത, എന്തായിരുന്നു അതിൻ്റെ സ്ട്രാറ്റജി ഒന്ന് പറയണം. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊരു ചോദ്യമല്ലേ, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമല്ലേ, അതിൻ്റെ ഒരു ഉത്തരം തരണം. ഒരു സർക്കാരിൻ്റെ കടമയാണ്, ഡ്യൂട്ടിയാണ് അത് പറയാൻ. ജനങ്ങൾ ചോദിക്കുമ്പോൾ ഓടിപ്പോവല്ല ചെയ്യേണ്ടത്, ഒളിച്ചു പോവല്ല ചെയ്യേണ്ടത്. ഇതൊരു രാഷ്ട്രീയം, ഇത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു കടമല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ഞങ്ങൾക്കൊരു അവകാശമില്ലേ? പറയണം. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ പറയണം. തുടരും വളരും എരുമപ്പെട്ടി എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. മങ്ങാട് സെന്ററിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA പ്രകാശനം നിർവഹിച്ചു. ജനകീയം, ജനക്ഷേമം, ജനപക്ഷം, സുതാര്യം, വികസനം, ദീർഘവീക്ഷണം തുടങ്ങിയ തലക്കെട്ടുകളോടെയാണ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച പത്രികയിൽ ഭരണം ലഭിച്ചാൽ അടുത്ത 5 വർഷം നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശുചിത്വ ഗ്രാമത്തിനായി ഗ്രീൻ പാർക്ക്, പട്ടികജാതി ക്ഷേമ പദ്ധതികൾ, സ്കിൽ അക്കാദമി, കായിക വികസനം, ഹാപ്പിനെസ് പാർക്ക്, ആയുർവേദ ആശുപത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ പദ്ധതികൾ, സ്ത്രീ സുരക്ഷാ ഉന്നമന പദ്ധതികൾ, കാർഷിക വിനോദ പദ്ധതികൾ, ഹൈടെക് അങ്കണവാടികൾ എന്നിവയാണ് മാനിഫെസ്റ്റോയിൽ ഉയർത്തിക്കാണിക്കുന്നത്. LDF എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ TK മനോജ് കുമാർ അധ്യക്ഷനായി. കൺവീനർ MS സിദ്ധൻ, നേതാക്കളായ S ബസന്തലാൽ, KV ശങ്കരനാരായണൻ, KM അഷറഫ്, വീരഞ്ജിത്ത്, CJ സിജോ, UK മണി, OB സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മീന സാജൻ, ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ PM സജി, സ്വപ്ന പ്രദീപ്, റൈസി ഷാജൻ എന്നിവരും പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. കേരളത്തിൽ ഒരിടത് തരംഗം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് മാധ്യമങ്ങളാകെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 2020 കൂടുതൽ വലിയ വിജയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും ഇപ്പോൾ സമ്മതിക്കുകയാണ്.
LDF എതിർക്കാൻ UDF വലിയ പരിശ്രമം നടത്തിയിരുന്നു. കനകോലുവിനെ പോലെയുള്ള കുന്നംകുളത്ത് BJP തെരഞ്ഞെടുപ്പ് കൺവെൻഷനും വികസന രേഖ പ്രകാശനവും നടന്നു. കുന്നംകുളം ലോട്ടസ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. UDF-ന്റെയും LDF-ന്റെയും രാഷ്ട്രീയം ജനസേവനമല്ലെന്നും നുണ പറഞ്ഞ് അധികാരത്തിലെത്തിയാൽ അഴിമതിയും വികസനമില്ലായ്മയുമാണ് ജനങ്ങൾക്ക് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ്, കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ചന്ദ്രശേഖരൻ പുതുശ്ശേരി, വിപിൻ കുടിയേടത്ത്, NDA നേതാക്കളായ MD രാജീവ്, സിദ്ധാർത്ഥൻ കമ്പിപ്പാലം, ചന്ദ്രശേഖരൻ പുതുശ്ശേരി, മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നീർകുളത്ത് വിമത സ്ഥാനാർത്ഥിയെ നിർത്തി പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചതിന് 4 കോൺഗ്രസ് പ്രവർത്തകരെ പുറത്താക്കി. 20-ാം വാർഡ് അണ്ടത്തോടിൽ റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തിയതിനാണ് CV മുസ്തഫ, സക്കീർ ഹുസൈൻ, AH അനസ്, നൌഫൽ ചാലിൽ എന്നിവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ജില്ലാ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് പുന്നീർകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PP ബാബു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷികം, ടൂറിസം, കായികം, ചെറുകിട വ്യവസായം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകി LDF ചാവക്കാട് നഗരസഭ പ്രകടന പത്രിക പുറത്തിറക്കി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. ഫിറോസ് P തൈപ്പറമ്പിൽ അധ്യക്ഷനായി. NK അക്ബർ MLA, ഷീജ പ്രശാന്ത്, PK സെയ്താലിക്കുട്ടി, MR രാധാകൃഷ്ണൻ, RTA ഗഫൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇനി ദേശചരിതം. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഗുരുവായൂർ നഗരസഭയിൽ 1/4 നൂറ്റാണ്ടിന്റെ നേട്ടം ഉയർത്തിക്കാട്ടി ഭരണപക്ഷമായ LDF പ്രചരണം കൊഴുപ്പിക്കുമ്പോൾ ഏതുവിധേനയും ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് UDF. BJP നേതൃത്വത്തിലുള്ള NDAയും ശക്തമായ സാന്നിധ്യമാണ്. കേരളത്തിലെ ഏക ടൗൺഷിപ്പായിരുന്ന ഗുരുവായൂർ ക്ഷേത്രനഗരി 1994 മെയ് 30-നാണ് നഗരസഭയായത്. 1995-ലാണ് ആദ്യ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. UDF വിജയിച്ച് കോൺഗ്രസിലെ പ്രൊഫസർ PK ശാന്തകുമാരി പ്രഥമ നഗരസഭാധ്യക്ഷയായി. കാലാവധി പൂർത്തിയാക്കും മുമ്പ് അവിശ്വാസ പ്രമേയത്തിലൂടെ ഇവർക്ക് ഭരണം നഷ്ടമായി. LDF ഭരണം പിടിച്ചെടുത്ത് CPM-ലെ K മണി നഗരസഭാ അധ്യക്ഷനായി. പിന്നീട് 1/4 നൂറ്റാണ്ടിനിപ്പുറത്തേക്ക് LDF-ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2010-ൽ പൂക്കോട്, തൈക്കാട് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് നഗരസഭയുടെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. നിലവിലെ ഭരണസമിതിയുടെ കാലയളവിൽ 43 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. വാർഡ് വിഭജനത്തോടെ ഇത് 46-ആയി ഉയർന്നു. 2015-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചാണ് ശാന്തകുമാരി കൗൺസിലിലെത്തിയത്. LDF-ന് ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് കുറവ് വന്നതിനെ തുടർന്ന് ശാന്തകുമാരിയുടെ പിന്തുണയോടെയാണ് LDF ഭരണ തുടർച്ച നടത്തിയത്. ഇതോടെ UDF-ന്റെയും LDF-ന്റെയും ഭരണ കാലയളവിൽ ചെയർപേഴ്സണായെന്ന ബഹുമതി ശാന്തകുമാരിക്ക് സ്വന്തമായി. നിലവിൽ CPM-ലെ M കൃഷ്ണദാസ് ചെയർപേഴ്സണും CPI-ലെ അനിഷ്മ ഷാനോജ് വൈസ് ചെയർപേഴ്സണുമാണ്. അസാധ്യം എന്ന് കരുതിയിരുന്ന പല പദ്ധതികളും സാധ്യമാക്കിയ കാലഘട്ടമാണിതെന്നാണ് ഇവരുടെ അവകാശവാദം. ഇതിൽ ആദ്യ വിരൽ ചൂണ്ടുന്നത് റെയിൽവേ മേൽപ്പാലത്തിലേക്കാണ്. ഗുരുവായൂരിലെ വലിയൊരു ഗതാഗതക്കുരുക്കിനാണ് മേൽപ്പാലം വന്നതോടെ പരിഹാരമായത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 25 കോടിയോളം രൂപ ചെലവിട്ടാണ് 2ാം പിണറായി സർക്കാർ പാലം നാടിന് സമർപ്പിച്ചത്. ഇതോടെ സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സർക്കാർ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മേൽപ്പാലമെന്ന ബഹുമതി ഗുരുവായൂരിന് സ്വന്തമായി. പ്രതിവർഷം 3.5 കോടി തീർത്ഥാടകരെത്തുന്ന ക്ഷേത്രനഗരിയിലെ മാലിന്യമായിരുന്നു നഗരസഭയുടെ മറ്റൊരു തലവേദന. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയിലൂടെ ദ്രവ മാലിന്യ സംസ്കരണ രംഗത്ത് പൂർണ്ണത കൈവരിക്കാനായെന്ന് ഭരണ നേതൃത്വം അടിവരയിട്ട് സമർത്ഥിക്കുന്നു. അരനൂറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2021 നവംബർ 16-നാണ് പദ്ധതി കമ്മീഷൻ ചെയ്തത്. 2022 ഏപ്രിൽ 16-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 21 കോടിയാണ് പദ്ധതിക്കായി ചെലവിട്ടത്. 3 ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള
ദ്രവമാലിന്യ സംസ്കരണശാലയിലൂടെ നഗരത്തിലെ ലോഡ്ജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ മാലിന്യം സംസ്കരിക്കാൻ തുടങ്ങി. കാലങ്ങളായി മാലിന്യമലയായി കിടന്നിരുന്ന ശവക്കോട്ട എന്നറിയപ്പെടുന്ന ചൂൽപ്പുറം ട്രെഞ്ചിങ് ഗ്രൗണ്ട് പൂങ്കാവനമാക്കി മാറ്റിയത് LDF ഭരണസമിതിയുടെ വിജയ കിരീടത്തിലെ പൊൻതൂവലായി. ഇത് ദേശീയതലത്തിൽ ശ്രദ്ധ നേടി. റോഡുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു. അമൃത് പദ്ധതിയിൽ നിർമ്മിച്ച കൈവരിയോടുകൂടിയ നടപ്പാതയും തെരുവ് വിളക്കുകളും ക്ഷേത്രനഗരിയുടെ തിളക്കത്തിന് പത്തര മാറ്റേകി. നഗരം കാലങ്ങളായി നേരിട്ടുകൊണ്ടിരുന്ന വെള്ളക്കെട്ടിന് അമൃത് പദ്ധതിയിൽ കാന നിർമ്മിച്ച് പരിഹാരം കണ്ടു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് അസൂയാവഹമായ നേട്ടം കൈവരിച്ചതോടെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്ലാറ്റിനം അവാർഡ് ഗുരുവായൂരിനെ തേടിയെത്തി. തുടർച്ചയായി 2 തവണ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കാനായത് ചരിത്ര നേട്ടമായി. സംസ്ഥാന പരിസ്ഥിതി മിത്ര പുരസ്കാരം, ആർദ്ര കേരളം പുരസ്കാരം, മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പുരസ്കാരം എന്നിവയും ലഭിച്ചു. 1,14,50,000 രൂപയാണ് പുരസ്കാര തുക ഇനത്തിൽ ഗുരുവായൂർ നേടിയെടുത്തത്. ഉദ്ഘാടനത്തിന്റെ വക്കിലെത്തിയ ആധുനിക ബസ് ടെർമിനൽ, ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ, അമ്യൂണിറ്റി സെന്റർ, ഷീ സ്റ്റേ ഹോം, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്നിവയാണ് നഗരസഭയുടെ മറ്റു പ്രധാന വികസന നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടുന്നത്. കുടിവെള്ള വിതരണത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും മികച്ച നേട്ടം കൈവരിക്കാനായി. ഈ സാഹചര്യത്തിലാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ചരിത്ര വിജയം കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. LDF സർക്കാരിന്റെ കോട്ടങ്ങൾ ആയുധമാക്കി UDFും NDAയും തെരഞ്ഞെടുപ്പ് പോർമുഖത്തുണ്ട്. ഇതെല്ലാം PR വർക്കിലൂടെ പൊലിപ്പിച്ച് കാട്ടുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അഴിമതി നിറഞ്ഞ ഭരണമെന്ന് UDF വാദം കടുപ്പിക്കുമ്പോൾ NDA പറയുന്നത് ഗുരുവായൂരിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അമൃത് പ്രസാദ് പദ്ധതിയിലൂടെയാണെന്നാണ്. 3 മുന്നണികളിലും വിമതശല്യവും കാൽവാരലും ഉണ്ടെങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷയുമുണ്ട്. ഇത്തവണ ചെയർപേഴ്സൺ സ്ഥാനം വനിതാ സംവരണമാണ്. ആധ്യാത്മിക നഗരമായ ഗുരുവായൂരിന്റെ ഭരണചക്രം തിരിക്കാനുള്ള അവസരത്തിനു വേണ്ടി സ്ഥാനാർത്ഥികൾ ഓട്ടത്തിലായപ്പോൾ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും പുറകെയുണ്ട്. താമരയൂർ സ്വദേശിനി പൂക്കോട്ടിൽ പറമ്പിൽ മനോഹരൻ ഭാര്യ മണിക്ക് സമത്വം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പണിത് നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചിറമേൽ താക്കോൽ ദാനം നിർവഹിച്ചു. മുൻ വാർഡ് കൗൺസിലർ നിഷി പുഷ്പരാജ് അധ്യക്ഷത വഹിച്ചു. സമത്വം പ്രസിഡന്റ് ജോബി, സെക്രട്ടറി ജലീൽ, ട്രഷറർ TV ബിനു എന്നിവർ സംസാരിച്ചു. മക്കളില്ലാത്ത മണിയും ഭർത്താവും ചോർന്നൊലിക്കുന്ന ഓലവീട്ടിലായിരുന്നു താമസം. മാസങ്ങൾക്ക് മുൻപ് ഭർത്താവ് മനോഹരൻ മരണപ്പെട്ടു. ഉപജീവനമാർഗം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന മണിക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ 10 പേർ മാത്രം അടങ്ങുന്ന സമത്വം കൂട്ടായ്മ തീരുമാനിക്കുകയും 3 മാസം കൊണ്ട് 3 ലക്ഷം രൂപ ചെലവിട്ട് വീട് നിർമ്മിച്ച് നൽകുകയുമായിരുന്നു. ചടങ്ങിൽ ധനസഹായവും നൽകി. അജിത് താമരയൂർ, ബിനീഷ് താഴിശ്ശേരി, സൂരജ് കളത്തുപുറത്ത്, ശശി കുളങ്ങര, സുരേഷ് ഐനിപ്പുള്ളി, രാമേന്ദ്രൻ കളത്തിൽ എന്നിവർ നേതൃത്വം നൽകി. പട്ടികജാതി വിഭാഗത്തിന്റെ സമഗ്ര വികസനത്തിനായി കുടുംബശ്രീ സമുന്നതി പദ്ധതി ചാലിശ്ശേരി കുന്നത്തേരിയിൽ ആരംഭിച്ചു. കുന്നത്തേരി പൗർണമി സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ M പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് പരിശീലകർക്കും ഗുണഭോക്താക്കൾക്കും വിശദീകരണ ക്ലാസ് നൽകി. ചാലിശ്ശേരി പഞ്ചായത്തിൽ കവുക്കോട്, കുന്നത്തേരി എന്നീ 2 കേന്ദ്രങ്ങളായിട്ടാണ് പദ്ധതി ആരംഭിച്ചത്. CDS ചെയർപേഴ്സൺ ലതാ സൽഗുണൻ അധ്യക്ഷയായി. ജില്ലാ പ്രോഗ്രാം ഓഫീസർ ചിന്തു മാനസ്, ബ്ലോക്ക് കോർഡിനേറ്റർ ദിവ്യ, ശാന്ത വിജയൻ, KK ദാസൻ എന്നിവർ സംസാരിച്ചു. കുന്നത്തേരി പൗർണമി ഭാരവാഹികളായ KK പ്രഭാകരൻ, KK സുരേഷ് ബാബു, KK അനിൽകുമാർ, KK സുന്ദരൻ, വായനശാല യുവജനവേദി പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കിഴൂർ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി കുന്നത്തെ പൂരാഘോഷ കമ്മിറ്റി ഒരുക്കിയ കൂറ്റൻ പന്തൽ ശ്രദ്ധേയമാകുന്നു. ക്ഷേത്രത്തിന് മുൻവശം കിഴൂർ കുന്നിൽ സ്ഥാപിച്ച മനോഹരമായ ദീപാലങ്കാര പന്തലിന്റെ സ്വിച്ച് ഓൺ യോഗാധ്യാപിക സന്ധ്യ ബാബുരാജ് നിർവഹിച്ചു. ചടങ്ങിൽ സന്ധ്യ ബാബുരാജിന് കുന്നത്തെ പൂരാഘോഷ കമ്മിറ്റിയുടെ ഉപഹാരം സമ്മാനിച്ചു. പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കടങ്ങോട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റും പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയൻ മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന ഷാജി അമ്മാട്ടിന്റെ 13ാം ചരമവാർഷിക അനുസ്മരണം ചിറമനങ്ങാട് സെന്ററിൽ യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യ ദിനമായി ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷത വഹിച്ചു. യൂണിയൻ അനുസ്മരണ യോഗം കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷറഫ് പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി MP സിജോ, കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം അലിയകത്ത്, ബ്ലോക്ക് സെക്രട്ടറിമാരായ അക്ബർ അലി, PV പ്രസാദ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്ന്, സെക്രട്ടറി MS അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു.
കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിൽ എയ്ഡ്സ് ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി സയൻസ് ക്ലബിന്റെയും ടീൻസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രധാനാധ്യാപിക ലില്ലി ഉദ്ഘാടനം നിർവഹിച്ചു. എയ്ഡ്സിനെക്കുറിച്ചും പകരുന്ന മാർഗങ്ങളെക്കുറിച്ചും ബയോളജി അധ്യാപിക ഡോളിയും എയ്ഡ്സ് ബാധിതരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണമെന്ന് സ്കൂൾ കൗൺസിലർ ബിജിയും വിശദീകരിച്ചു. അധ്യാപിക പ്രിയ, സയൻസ് ക്ലബ് അംഗം വി അലൻ എന്നിവർ സംസാരിച്ചു. ടീൻസ് ക്ലബ് അംഗങ്ങൾ പൊതുചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ചുവന്ന നാട ധരിച്ച അധ്യാപകരും കുട്ടികളും പ്രോഗ്രാമിൽ പങ്കെടുത്തു. ദേശവിളക്കിനിടെ ലഭിച്ച സ്വർണ്ണമാല ഉടമസ്ഥനെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച് ചാലിശ്ശേരി കടവാർത്ത് ശരത്ത് മാതൃകയായി. താൽക്കാലിക വിളക്ക് പന്തലിന് സമീപത്ത് നിന്ന് ലഭിച്ച സ്വർണ്ണമാല ശരത്തും മറ്റ് അയ്യപ്പ ഭക്തരും ചേർന്ന് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. കവുക്കോടി ശിവക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വിജീഷ് രശ്മി ദമ്പതികളുടെ മകൾ 7 വയസ്സുള്ള അദ്രിജയുടെ മാലയാണ് നഷ്ടപ്പെട്ടിരുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഇവരെത്തി മാല കൈപ്പറ്റി. 1 പതിറ്റാണ്ടിലധികമായി എല്ലാ വർഷവും ശബരിമല യാത്ര നടത്തുന്ന ശരത്തും കൂട്ടരും കഴിഞ്ഞ 6 വർഷമായി ചാലിശ്ശേരിയിൽ നിന്ന് കാൽനടയായിട്ടാണ് ശബരിമല യാത്ര നടത്തുന്നത്. ഇരുമപ്പെട്ടി പഴവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് വിളക്ക് പന്തലിൽ എഴുന്നള്ളിപ്പ് വയ്ക്കൽ എന്നിവയുണ്ടായി. വൈകിട്ട് 6-ന് പഴവൂർ ശ്രീ കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് രാത്രി 9 മണിയോടെ വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു. തുടർന്ന് കുട്ടഞ്ചേരി രാജേഷ് വെളിച്ചപ്പാടും സംഘവും നയിച്ച ആലിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘത്തിന്റെ വിളക്ക് യോഗം നടന്നു. അന്നദാനവും ഉണ്ടായിരുന്നു. കമ്മിറ്റി ഭാരവാഹികളായ KA ചന്ദ്രൻ, PR രാഹുൽ, EM സുരേഷ്, PS മോഹനൻ, P ഉദയകുമാർ, PN ഉണ്ണിക്കുട്ടൻ, KS രാജു, VR രഞ്ജിത്ത്, മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. HIV പ്രതിരോധത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് സ്കൂൾ മുതൽ ജെറുസലേം ജംഗ്ഷൻ വരെ റാലി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി HIV ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിന് പ്രതീകമായ ചുവന്ന റിബൺ കൈമാറി. സ്കൂൾ പ്രിൻസിപ്പൽ ജനീർ ലാൽ, NSS പ്രോഗ്രാം ഓഫീസർ ലിൻസ് കൊള്ളനൂർ, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാഭ്യാസ ബോർഡ് തൃശൂർ ജില്ലാ സമിതി മദ്രസ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സർഗവസന്തം സമാപിച്ചു. സമാപന യോഗത്തിന്റെ ഉദ്ഘാടനം UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സെക്രട്ടറി ഷംസുദ്ദീൻ അജ്മാൻ നിർവഹിച്ചു. UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഓർഗനൈസേഷൻ സെക്രട്ടറി അഷ്റഫ് പുതുശ്ശേരി മുഖ്യാതിഥിയായി. KATF ജില്ലാ പ്രസിഡന്റ് മൊഹസിൻ മാസ്റ്റർ പാടൂർ, വിസ്ഡം ജില്ലാ സെക്രട്ടറി അൻവർ അബൂബക്കർ, പ്രസിഡന്റ് അഷ്റഫ് സുല്ലമി, ട്രഷറർ VM റിയാസ്, ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് പുന്നിയൂർക്കുളം, വൈസ് പ്രസിഡന്റ് കാസിം ചൊവ്വലൂർപ്പടി, ജാഫർ സലഫി എന്നിവർ സംസാരിച്ചു. 5 വേദികളിൽ 94 ഇനങ്ങളിലായി നടന്ന മത്സരത്തിൽ ജില്ലയിലെ വിവിധ മദ്രസകളിൽ നിന്നായി 100 കണക്കിന് വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. 1, 2, 3 സ്ഥാനങ്ങളിൽ യഥാക്രമം ഗുരുവായൂർ, കുന്നംകുളം, കയ്പമംഗലം എന്നീ മദ്രസകൾ ജേതാക്കളായി. മരത്തങ്കോട് ദേശവിളക്ക് കമ്മിറ്റിയുടെ ദേശവിളക്കും അന്നദാനവും നടന്നു. പുതിയമാത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്ര സന്നിധിയിൽ നടന്ന വിളക്ക് യോഗത്തിന് സതീശനും സംഘവും നയിക്കുന്ന കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘം നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,905 രൂപ, സ്വർണം പവന് 95,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 182 രൂപ. ചരമം കുറുക്കൻപാറ മുട്ടത്ത് വീട്ടിൽ കുമാരൻ ഭാര്യ അമ്മിണി നിര്യാതയായി. സംസ്കാരം നടത്തി. പരേതനായ സന്തോഷ്, സുനിൽ, ലത എന്നിവർ മക്കളാണ്. ഗുരുവായൂർ മാണിക്കത്തുപടി ഏറത്ത് അമ്പലത്തിന് സമീപം നെടിയടത്ത് സതീന്ദ്രൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ഷൈനി ഭാര്യയും ശ്രുതി, സച്ചിൻ എന്നിവർ മക്കളുമാണ്. പെരുമ്പിലാവ് ഞാലിൽ പരേതനായ അയ്യപ്പൻ മകൻ മോഹനൻ നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. ശാന്തിനി ഭാര്യയും ദേവിക, ഷിബിൽ, ഷീമോൻ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഭരണം ലഭിച്ചാൽ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഗുരുവായൂർ നഗരസഭതല വികസനരേഖ പ്രകാശനം രാഹുൽ ചന്ദ്രശേഖർ നിർവഹിച്ചു. രാഹുൽ മാങ്കൂട്ടൽ കേസിൽ സർക്കാരിനെ വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ. ഗുരുവായൂരിന്റെ 15 രാപ്പകലുകളെ സംഗീത ലഹരിയിൽ ആറാടിച്ച ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശ്ശീല വീണു. വിശ്വപ്രസിദ്ധമായ ചെമ്പൈ സംഗീതോത്സവം കഴിഞ്ഞ 15 ദിവസമായി തത്സമയ സംപ്രേഷണം ചെയ്ത CCTVക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആദരം.
തുടരും വളരും എരുമപ്പെട്ടി എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. മങ്ങാട് സെന്ററിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA പ്രകാശനം നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.